ഇന്ന് ഫുള്ള് ഇരുട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. എന്താണ് കാരണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ദീപാവലിയാണ്. അപ്പോൾ ഒരു ദീപാവലി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ അമ്മൂസ് നമ്മൾ എന്തോ പടക്കം പൊട്ടിക്കും, പടക്കമല്ല എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതിന് വേണ്ടിയിട്ട് കുപ്പി തപ്പി നടക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. മിച്ചു അതിനിടയ്ക്ക് ഇൻട്രോ ഒക്കെ കൊടുക്കുന്നതാണ്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അതിനുശേഷം എന്താ അടുത്ത ആള് മൊറമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മൊറം നിറയെ പടക്കങ്ങളും പടക്കം അല്ല, അതായത് എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ, പടക്കം മാത്രം ഞങ്ങൾ വാങ്ങിയിട്ടില്ല, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങി. ഇതിൻ്റെ ഒന്നും ഔദ്യോഗികമായിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തടി കഷ്ണവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മി കാണിച്ചു ഗായ്സ് അപ്പൊ പടക്കം വെക്കാണ്. മാറിക്കോ, ഓടിക്കോ. ആദ്യം തന്നെ നമ്മളിതാ ഈ ഒരു സാധനമാണ് പൊട്ടിച്ചത്. അപ്പോൾ അത് നേരെ എൻ്റെ അടുത്തോട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിരുന്ന ആ സാധനം ചരിഞ്ഞു പോയി. അപ്പോൾ നേരെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ വിചാരിച്ച് ഞാൻ മൊത്തം നിന്ന് കത്തുമെന്ന് വിചാരിച്ച്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം എന്താ നോക്ക്, അവിടെ നിറയെ പുകയാണ്. ആ പുകയുടെ ഇടയിൽ മിച്ചു ഒന്നങ്ങ് കളിക്കണം. മിച്ചു ആദ്യം പേടിച്ചു, പിന്നെ ആ തീയൊന്ന് അണഞ്ഞപ്പോഴാണ് മിച്ചു വന്നത്. അപ്പോൾ അതേ ആദ്യത്തത് തന്നെ ഫ്ലോപ്പായിട്ടുണ്ട്. ഇനി അടുത്തതിൽ നമ്മൾ എന്തായാലും തകർക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്തതാ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂത്തിരിയാണ് കത്തിച്ചത്. പൂത്തിരി നമ്മളെല്ലാം കത്തിച്ചങ്ങ് തീർത്ത്. അതിനുശേഷം ലാസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പൂത്തിരിയില്ല. ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പൂത്തിരിയില്ല. അതായിരുന്നു നമുക്കാകെ പണി കിട്ടിയൊരു സംഭവം. എന്നിട്ട് ഈ ഒരു കളറായിട്ടുള്ള പൂത്തിരിയൊക്കെ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യത്തത് ഫ്ലോപ്പായെങ്കിലും നമ്മളിതാ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കത്തിച്ച ഈ സാധനം ഭയങ്കര നല്ലതായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കളിയാക്കരുത് പ്ലീസ്. പിന്നെ ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, മത്താപ്പോ അങ്ങനെ എന്തോ അല്ലേ, എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം നിന്ന് കത്തിയായിരുന്നേ. അപ്പോൾ ഇതായിരുന്നു കോമഡി എന്ന് പറയാൻ പറ്റില്ല, ട്രാജഡിയാണ്. ഇത് കത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും കൈ പൊള്ളിയിട്ടുണ്ട്. കൈ നല്ലോണം പൊള്ളി, രണ്ടുപേരുടെ കൈയും നല്ലോണം പൊള്ളി. അപ്പം ഇത് കണ്ടു നോക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച്, എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കുട്ടികളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം. കാരണം മിച്ചുവിനെയൊക്കെ ഞാൻ അത്രയും കെയർ ചെയ്ത് മാറ്റി നിർത്തിയിട്ടാണ് ചെയ്തതെല്ലാം. അപ്പം എല്ലാവരും കെയർ ചെയ്യണം. പോരാത്തതിന് ഇത് ശ്വസിച്ചാലും പ്രശ്നമാണ്. പിന്നെ നമുക്ക് വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമല്ലേ, അതുകൊണ്ട് നമുക്ക് ആഘോഷിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ വാങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സാധനം ഇതായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല റേറ്റുള്ളൊരു സാധനമായിരുന്നു. അതായത് ഇതിന് എനിക്ക് തോന്നുന്നു 670 രൂപ എന്തോ ആണ് ഇതിൻ്റെ MRP റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല റേറ്റുള്ള സാധനം തന്നെ ആയിരുന്നത്. പക്ഷേ ഇത്ര റേറ്റുള്ള സാധനമാണെന്നുണ്ടെങ്കിലും ഇത് കത്തിച്ചപ്പോൾ ഫ്ലോപ്പായത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആകാശത്ത് പോയിട്ട് പൊട്ടേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷേ വെച്ചത് ശരിയല്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, സൈഡിലോട്ടാണ് പൊട്ടിത്തെറിച്ചത്. കോമഡി ആയിരുന്നു. അതായത് ഇത് പൊട്ടി അതായത് ബാക്ക് സൈഡിലോട്ട് എവിടേക്കൊക്കെയോ ഇതിൻ്റെ ഇതൊക്കെ പോകുന്നുണ്ട്. ഫാത്തിയുടെ കാലിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ആദ്യം ഒരു പ്രാവശ്യം വെച്ചപ്പോഴത്തേക്ക് 5 കണ്ടേ പൊട്ടിയുണ്ടായിരുന്നുള്ളൂ. അതായത് അതിൽ 12 വരുന്ന ഒരു പാക്കായിരുന്നു, അതിൽ 5 പൊട്ടിയുള്ളൂ. അതിന് ശേഷം വെച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലതായിരുന്നു. പക്ഷെ അത് എവിടേക്കൊക്കെയോ പൊട്ടി. അതായത് അപ്പുറം 7 വീടൊക്കെ അറിഞ്ഞു. അതായത് ചില ആൾക്കാർ പറയില്ലേ 7 വീട് അറിഞ്ഞെന്ന്, അപ്പോൾ അതുപോലെ 7 വീടൊക്കെ അറിഞ്ഞു. അമ്മാതിരി പൊട്ടി.